നമ്മളിന്ന് പറയുവാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വേട്ടക്കഥയാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഹെൻറി ബ്ലാക്കിയുടെ കഥ. കുമിയൂണിലെ പത്താർ എന്ന ഗ്രാമത്തിലേക്ക് ഔദ്യോഗിക രേഖകൾ ശേഖരിക്കുവാൻ പോയ അദ്ദേഹത്തിന് അവിടെ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ധീരമായ പ്രവൃത്തിയുമാണ് ഈ കഥയിൽ നമ്മൾ പറയുവാൻ പോകുന്നത്. പത്താർ ഗ്രാമത്തെ ഒന്നടങ്കം ഭയത്തിലേക്ക് വലിച്ചു താഴ്ത്തിയ, അവിടുത്തെ ആളുകളെ ക്രൂരമായി വേട്ടയാടിയിരുന്ന ഒരു കടുവയുടെ കഥ കൂടിയാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ എത്തുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മൾ ചെയ്യുന്നത്. കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. വർഷം 1890 കുമിയൂണിലെ അൽമോറ ഭാഗത്തുള്ള പത്താർ ഗ്രാമത്തിലേക്ക് പോകാൻ ഹെൻറി ബ്ലാക്കിന് തൻ്റെ ഓഫീസർ വ്യക്തമായ ഉത്തരവ് നൽകി. അവിടെയുള്ള ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുകയും തിരികെ വന്ന് റിപ്പോർട്ട് ചെയ്യുകയും എന്നതായിരുന്നു അയാൾക്ക് നൽകിയ ദൗത്യം. അദ്ദേഹത്തിന് ഉത്തരവ് നൽകുമ്പോൾ ഇതുകൂടി വ്യക്തമായി പറഞ്ഞിരുന്നു: താങ്കൾക്ക് ഇതിൽ നിന്ന് പിന്മാറുവാനോ യാതൊരു ഒഴിവുകഴിവുകൾ പറയുവാനോ സാധിക്കുകയില്ല. ഈ തന്ന ഉത്തരവ് പാലിക്കുക മാത്രമാണ് അങ്ങയ്ക്കുള്ള ഏക വഴി. ജില്ലാ ആസ്ഥാനത്ത് നിന്നും പത്താൻ ഗ്രാമത്തിലേക്ക് ഏകദേശം 22 മൈൽ ദൂരമുണ്ടായിരുന്നു. ഇവിടെ നിന്നും ഏകദേശം 19 മൈൽ ദൂരം ഒരു കാളവണ്ടിപ്പാതയുണ്ട്. ആ 19 മൈൽ ചെന്ന് അവസാനിക്കുന്നത് ആ ഗ്രാമത്തിലേക്കുള്ള നീണ്ടു നിൽക്കുന്ന 3 മൈൽ ദൂരത്തിലേക്കാണ്. ആ 3 മൈൽ ദൂരത്തിലെ 1.5 മൈൽ അതികഠിനമാണ്. കാരണം അതൊരു കാട്ടുപാതയാണ്, ഇടുങ്ങിയ കാട്ടുപാത. നമ്മൾ മുന്നേ വന്ന് പറഞ്ഞില്ലേ, ആ 3 മൈൽ ദൂരം. ആ 3 മൈൽ ദൂരം കാലവർഷത്തിന് ശേഷം അതികഠിനമായിരുന്നു. അവിടേക്കുള്ള ഒരു പാലം തകർന്നു വീണു, റോഡുകൾ ഇടിഞ്ഞു. അതുകൊണ്ട് തന്നെ കാളവണ്ടിക്കോ അല്ലെങ്കിൽ ചക്രങ്ങളുള്ള മറ്റേതോ വാഹനത്തിനോ അതുവഴി പോകുവാൻ സാധിക്കുകയില്ല. കഴുതപ്പുറത്ത് സാധനങ്ങൾ വെച്ച് കെട്ടി സാവധാനം വേണം ആ പാതയിലൂടെ മല കയറുവാനും ഇറങ്ങുവാനും. ഹെൻറി മാത്രമായിരുന്നില്ല അവിടേക്ക് എത്തിയത്. ഹെൻറിയെ സഹായിക്കുവാൻ വേണ്ടി ഒരു സഹായിയും കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ആ 19 മൈൽ ദൂരം പിന്നിട്ട് ആ പാത, അതായത് ഉള്ളിലേക്ക് പോകുന്ന ആ 3 മൈൽ പാതയുടെ അവിടെ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടുവാൻ തുടങ്ങിയിരുന്നു. വനത്തിൻ്റെ കട്ടിയും ആ ഇരുട്ടും കണ്ടതോടെ കൂടെയുണ്ടായിരുന്ന സഹായി ഭയന്നു. അയാൾ പല ഒഴിവുകളും ഹെൻറിയോട് പറയുവാൻ തുടങ്ങി. അയാൾക്ക് ഇരുട്ടു മുന്നേ തിരികെ പോകണമെന്നും ഇനിയും മുന്നോട്ട് വരാൻ കഴിയില്ല എന്നും അയാൾ ബോധിപ്പിച്ചു. കാളവണ്ടി ഇവിടെ നിന്നും തിരികെ മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹവും അതിനൊപ്പം മടങ്ങിപ്പോകുമെന്ന് ഹെൻറിയോട് ബോധിപ്പിച്ചു. അതിനുശേഷം ഹെൻറിയുടെയും മറ്റ് സാധനങ്ങളുമെല്ലാം അവിടെ നിന്നും അവർ കൊണ്ടുവന്ന കഴുതയുടെ പുറത്തേക്ക് ലോഡ് ചെയ്തു, നല്ലപോലെ കെട്ടി. അതിനുശേഷം മടങ്ങിപ്പോകുന്ന കാളവണ്ടിയിലേക്ക് ആ സഹായിയും കയറി. ഹെൻറിക്ക് അദ്ദേഹത്തെ ഒരുപാട് നിർബന്ധിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ഈ ദൗത്യം തന്നിൽ നിക്ഷിപ്തമാണ്. തൻ്റെ സഹായിക്ക് എന്തൊഴിവഴിവുകൾ പറഞ്ഞു പോലും ഇവിടെ നിന്നും പോകുവാൻ കഴിയും. എന്നാൽ തൻ്റെ ഉദ്യോഗസ്ഥൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാതെ അദ്ദേഹത്തിന് മടങ്ങുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹെൻറിയും ആ കഴുതയും ആ 3 മൈൽ ദൂരം സഞ്ചരിക്കുവാൻ താണ്ടുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്ന് അവർ യാത്ര തുടങ്ങി. പത്താർ ഗ്രാമം ലക്ഷ്യമാക്കിയുള്ള അവരുടെ ആ യാത്ര. അങ്ങനെ സഞ്ചരിച്ച് മുന്നിലേക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരു തോട് കണ്ടു. ആ തോട് നിറയെ കല്ലുകളും മരച്ചിലകളും കൊണ്ട് നിറഞ്ഞിരുന്നു. അതിനു പുറമെ കാറ്റ് വീശുമ്പോഴുള്ള ഇലയനക്കമല്ലാതെ മറ്റൊരു ശബ്ദവും എങ്ങൊന്നും കേൾക്കുവാനുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് മനുഷ്യരുടെ ശബ്ദം. അങ്ങനെ വീണ്ടും ഹെൻറിയും തൻ്റെ കഴുതയും മുന്നിലേക്ക് നടന്നു. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ കാറ്റ് വീശുന്നത് അവസാനിച്ചു. ഇപ്പോൾ ഇലയനക്കം കേൾക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ കേൾക്കുന്നത് തൻ്റെ കാൽവെൽപ്പിൻ്റെ ശബ്ദവും കഴുതയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മണികിലുക്കവും മാത്രമാണ്. ചുറ്റുമെങ്ങും തികഞ്ഞ നിശബ്ദത, ഭയപ്പെടുത്തുന്ന തികഞ്ഞ നിശബ്ദത. അങ്ങനെ ഭയത്തെയെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹവും കഴുതയും ആ ഗ്രാമത്തിൻ്റെ ആ കവാടം കടന്നു. വിശാലമായ ആ കൃഷിയിടം കാണാൻ കഴിഞ്ഞു. അതിലേക്കുള്ള ജലസേചന പാതയും. ജലസേചന പാതയിൽ വെള്ളമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒഴുക്ക് എവിടെ വെച്ചോ തടസ്സപ്പെട്ടിരിക്കാം. അവിടേക്ക് വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. പടിപടിയായാണ് കൃഷിയിടങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹം പതിയെ ആ കൃഷിയിടത്തിൻ്റെ അരികിലേക്ക് ചെന്നു.
കൃഷിയിടങ്ങളിലെ ചെടികളെല്ലാം ഉണങ്ങി നിൽക്കുന്നു. ആഴ്ചകളായി ആരും ഇവിടേക്ക് എത്തിയതിൻ്റെയോ അതിനെ പരിപാലിച്ചതിൻ്റെയോ യാതൊരു ലക്ഷണങ്ങളും അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അതിൽ നിന്ന് തന്നെ എന്തോ പന്തികേട് മണത്തു. അദ്ദേഹം വീണ്ടും മുന്നിലേക്ക് നടന്നു. അങ്ങനെ ആദ്യത്തെ വീട് അദ്ദേഹം കണ്ടു. അതായത് പത്താൽ ഗ്രാമത്തിലെ ആദ്യത്തെ വീടായിരുന്നു അത്. അതിൻ്റെ തൊട്ടടുത്ത് തടി കൊണ്ട് നിർമ്മിച്ച ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നു. അദ്ദേഹം പതിയെ ആ വണ്ടിയുടെ അരികിലേക്ക് പോയി അതൊന്ന് പരിശോധിച്ചു. അതിൽ ഒരു ചക്രം ഉണ്ടായിരുന്നില്ല. വണ്ടിയുടെ കയറുകൾ അവിടെ ഇവിടെയായി അലക്ഷ്യമായി കിടക്കുന്നു. അതിനെ മറികടന്നുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ ആ വീടിൻ്റെ അരികിലേക്ക് ചെന്നു. ആ വീട് പുറത്തുനിന്നും പൂട്ടിയിരുന്നില്ല. വെറുതെ ഒന്ന് ചാരുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ താമസിച്ച ഗ്രാമീണർ വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയത് കൊണ്ടായിരിക്കാം ഇത് പൂട്ടാഞ്ഞതെന്ന് അദ്ദേഹം കരുതി. വീണ്ടും അദ്ദേഹം മുന്നിലേക്ക് നടന്നു. പിന്നെ അദ്ദേഹം ചെന്നത് അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കുളത്തിൻ്റെ അരികിലേക്കാണ്. ആ കുളം ഒന്ന് പരിശോധിച്ചപ്പോൾ അതിൽ നിറയെ ഇലകൾ അടിഞ്ഞുകൂടിയത് അദ്ദേഹം വ്യക്തമായി കണ്ടു. വൃത്തിയാക്കിയിട്ട് കുറേ കാലങ്ങളായെന്ന് അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ അതിൻ്റെ അടുത്തായി കന്നുകാലികളുടെ പഴയ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞു. അതെല്ലാം നല്ലപോലെ ഉണങ്ങിയതാണ്, പുതിയ കാലടയാളങ്ങളല്ലായിരുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി മനസ്സിലായി. ഇടയന്മാർ തങ്ങളുടെ കന്നുകാലികളെയും മറ്റും ഇവിടെ നിന്ന് മറ്റ് സുരക്ഷിതമായ പാതയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. മറ്റൊരു സുരക്ഷിതമായ ഗ്രാമത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു. അദ്ദേഹം ആ ഗ്രാമത്തിലൂടെ ഒന്ന് നടന്നു. എവിടെയും ആരെയും കാണാനുണ്ടായിരുന്നില്ല. ആളുകൾ ഈ ഗ്രാമം വിട്ടൊഴിഞ്ഞു പോയോ എന്ന് പോലും അദ്ദേഹത്തിന് സംശയം തോന്നിയിരുന്നു. എങ്കിലും അദ്ദേഹം ലക്ഷ്യം വെച്ച ഡാക് ബംഗ്ലാവിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു. പത്താൽ എന്ന ഗ്രാമത്തിലാണ് ഈ ഡാക് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ആ ബംഗ്ലാവിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് താമസിക്കാനുള്ള എല്ലാ താമസ സൗകര്യവും ഒരുക്കിയിരിക്കുന്നത് ആ ബംഗ്ലാവിലേക്കാണ്. അങ്ങനെ ആ ബംഗ്ലാവിലേക്ക് കടക്കുന്ന പാതയിലൂടെ അയാളും കഴുതയും നടന്നു. ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ്റെ ശബ്ദമോ മറ്റൊരു ശബ്ദമോ എങ്ങൊന്നും കേൾക്കുവാനും ഉണ്ടായിരുന്നില്ല. തികഞ്ഞ നിശബ്ദതയിൽ അദ്ദേഹം ആ ബംഗ്ലാവ് ലക്ഷ്യമാക്കി മുന്നിലേക്ക് നടന്നു. കുറേ ദൂരം നടന്നു ചെന്നപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരു പഴയ ഇരുമ്പ് ബോർഡിൽ ഡാക് ബംഗ്ലാവ് പഥാർ എന്നെഴുതിയിരിക്കുന്നതാണ്. അതിൻ്റെ പെയിൻറ്റുകൾ മങ്ങി തുടങ്ങിയിരുന്നു, ഇളകുവാൻ തുടങ്ങിയിരുന്നു. ആ ബോർഡും മറികടന്നുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലായി ആ വലിയ ബംഗ്ലാവ് കാണുവാൻ സാധിച്ചു. പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ പുരാതനമായ ഒരു ബംഗ്ലാവായിരുന്നു അത്. അതിൻ്റെ ഗ്ലാസ് ചില്ലുകളിൽ മുഴുവൻ പൊടിപടലങ്ങൾ പറ്റിയിരുന്നു. ആരും വൃത്തിയാക്കിയിരുന്നില്ല. ആഴ്ചകൾ തന്നെ ആയിരിക്കാം ആ ഗ്ലാസുകൾ വൃത്തിയാക്കിയിട്ട്. ചില്ലുകളുടെ കോണുകൾ പൊട്ടിയിരിക്കുന്നു. ഇതെല്ലാം വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. അദ്ദേഹം ആ ബംഗ്ലാവിലേക്ക് നടന്നു ചെന്നു. അവിടെ എങ്ങും ആരെയും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബംഗ്ലാവിൻ്റെ മുന്നിൽ നിന്നും അകത്തേക്ക് അയാൾ ഉറക്കെ വിളിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിളിക്ക് ആരും മറുപടിയേകിയില്ല. ബംഗ്ലാവും പരിസര പ്രദേശവും പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുകയാണ്. ബംഗ്ലാവിൻ്റെ വാതിൽ പകുതി തുറന്നു കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അവിടെ ആകെ ഒന്ന് പരിശോധിച്ചു. തുറന്നു കിടക്കുന്ന വാതിലും പൊടിപടലങ്ങളും അവിടെ അവശേഷിച്ച പഴയ കാൽപ്പാടുകളും മാത്രം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. പുതിയതായി യാതൊന്നും അവിടെ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനർത്ഥം ഇനിയും ഇവിടെ തന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഹെൻറി ഒരു നിഗമനത്തിലെത്തി. ഇവിടെയും ഗ്രാമത്തിലും ആരും തന്നെയില്ല. എല്ലാവരും തങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി അടുത്തുള്ള ടൗണിലേക്ക് പോയിരിക്കുന്നു. അവർ എന്തിനെയോ ഭയക്കുന്നു. തൻ്റെ കഴുതയെ ആ ബംഗ്ലാവിൻ്റെ ഒരു തൂണിലേക്ക് കെട്ടി. കഴുതയുടെ പുറത്ത് കെട്ടിയിരുന്ന സാധനങ്ങൾ പതിയെ താഴേക്കിറക്കി. അതിനുശേഷം അദ്ദേഹം ആ ബംഗ്ലാവിന് ചുറ്റും ഒന്ന് നടന്നു. സാഹചര്യങ്ങൾ വിലയിരുത്തി. കാരണം താൻ ഇന്ന് രാത്രിയിൽ തങ്ങുവാൻ പോകുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ തൻ്റെ ജീവന് പോലും ആപത്ത് വന്നേക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചുറ്റുപാടും ഒന്ന് പരിശോധിച്ചു, വീക്ഷിച്ചു. തൻ്റെ സുരക്ഷിതത്വം അദ്ദേഹം ഉറപ്പുവരുത്തി. വരാന്തയിലെ തൂണിൽ കെട്ടിയിരുന്ന കഴുതയ്ക്ക് പുല്ലും വെള്ളവും നൽകി. കഴുതയുടെ പുറത്തു കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നായി എടുത്ത് വരാന്തയിലേക്ക് വെച്ചു. വിളക്ക്, എണ്ണ, കയർ, ആണി, പിന്നെ മറ്റു ഉപകരണങ്ങളും, കമ്പിളി, ഭക്ഷണം, പിന്നെ ഔദ്യോഗിക മുദ്രകളടങ്ങിയ കത്തുകളും. വൈകുന്നേരമായി കഴിഞ്ഞിരുന്നു. എങ്കിലും വരാന്തയിൽ അത്യാവശ്യം വെളിച്ചമുണ്ടായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന ബാഗിൻ്റെ ഏറ്റവും താഴ്വശത്തായിരുന്നു ഔദ്യോഗിക രേഖകൾ ഉണ്ടായിരുന്നത്. അതെല്ലാം അയാൾ എടുക്കുകയും ഒന്ന് പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം വിളക്ക് വൃത്തിയാക്കി അയാൾ പതിയെ അത് കത്തിച്ചു.
ഈ പ്രദേശത്ത് വെച്ചാണ് പല രേഖകളും കൈമാറുന്നത്. രേഖകൾ കൈമാറുന്നതിൻ്റെ കേന്ദ്രമായി പ്രവർത്തിച്ചതും ഈയൊരു ബംഗ്ലാവാണ്. അദ്ദേഹം ഓർത്തു. അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്ന സാധന സാമഗ്രികൾ ഉപയോഗിച്ച് നമ്മൾ മുന്നേ പറഞ്ഞ തകർന്ന ജനാലകളുണ്ടല്ലോ, ജനാല ചില്ലകൾ, അവിടെ ഓരോ തടിക്കഷ്ണം ഉപയോഗിച്ച് ആണിയടിച്ച് ഉറപ്പിച്ചു. കാരണം തിരികെ പോകുന്നത് ബുദ്ധിമുട്ടാണ്, രാത്രിയാണ്, അപകടം വിളിച്ചു വരുത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടിയ ചില്ലുകൾക്ക് പകരം അദ്ദേഹം തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് അവയടച്ചു. അതിനുശേഷം തൻ്റെ കത്തിച്ച വിളക്കുമായി ആ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയിലാണ് ഇന്നത്തെ ദിവസം അദ്ദേഹം താമസിക്കുവാൻ പോകുന്നത്. ആരും വൃത്തിയാക്കാത്ത ആ മുറി അദ്ദേഹം അന്ന് വൃത്തിയാക്കി. ആ മുറിയിൽ ഒരു മേശയും പൊട്ടിപ്പൊളിഞ്ഞ ഒരു കസേരയും ഒരു കട്ടിലും ഉണ്ടായിരുന്നു. അതെല്ലാം അയാൾ സസൂക്ഷ്മം വൃത്തിയാക്കി. കാരണം രേഖകൾ എഴുതുമ്പോൾ അതിലൊന്നും അഴുക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് വളരെ വൃത്തിയോടെ തന്നെയാണ് അദ്ദേഹം ആ മേശപ്പുറം വൃത്തിയാക്കിയത്. കാരണം ഇന്ന് അദ്ദേഹത്തിന് രേഖ തയ്യാറാക്കേണ്ടത് ആ മേശപ്പുറത്ത് വെച്ചാണ്. അങ്ങനെ സാധന സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി. അദ്ദേഹത്തിൻ്റെ മുറിയുടെ ഓരോ കോണിലായി അദ്ദേഹം വെച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടപ്പെട്ട രേഖകളും രജിസ്ട്രാറുകളും എല്ലാം ഇരിക്കുന്നത് ഈ ബംഗ്ലാവിലാണ്. ഇവയെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അത്യധികം അത്യാവശ്യമുള്ളത് തന്നെയാണ്. എങ്ങനെയാണെന്നല്ലേ? ഇതുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് നികുതി ചുമത്തുവാൻ കഴിയുകയുള്ളൂ. ആ ഗ്രാമത്തിൻ്റെ രജിസ്ട്രാർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗ്രാമത്തിലെ ആളുകളുടെ എണ്ണം, ഇവിടുത്തെ വനവിഭവങ്ങൾ എന്നിവ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ആ ഗവൺമെൻറ്റിന് ഒരു സ്വർണ്ണക്കനി പോലെയായിരുന്നു. കാരണം ഖജനാവ് മുന്നിലേക്ക് പോകുന്നത് നികുതിപ്പണം കൊണ്ടാണ്. ഈ രേഖകൾ നഷ്ടപ്പെട്ടാൽ അടുത്ത വർഷം നികുതി ചുമത്തുവാൻ കഴിയില്ല. അതിനു പുറമെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരു പാലം തകർന്നു പോയ കാര്യം. അതുകൂടി അന്വേഷിക്കുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. കാരണം മുകളിലുള്ള ഗ്രാമത്തിലേക്ക് മരുന്നോ ഉപ്പോ പോലും എത്തിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മറ്റ് ഗ്രാമങ്ങളുമായുള്ള പൂർണ്ണമായി ബന്ധം വിച്ഛേദിച്ചതുപോലെയായിരുന്നു. മഴക്കാലത്താണ് ആ പാലം തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ ആ കരാറുകാർ പൂർണ്ണമായും ഈ പണം ഈ പാലം പണിക്ക് വിനിയോഗിച്ചോ എന്നറിയണം. അതിനുവേണ്ടി അന്നത്തെ ജേണലുകൾ പരിശോധിക്കണം, കൃത്യമായ വിവരങ്ങൾ അതിൽ നിന്നും എടുക്കണം. ഇവയെല്ലാം ഉപയോഗിച്ച് വേണം ഇന്നത്തെ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ. ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രജിസ്റ്ററുകളെല്ലാം വെറുമൊരു കടലാസ് കഷ്ണങ്ങളല്ല, മറിച്ച് ആ മലനിരകളുടെ ശ്വാസം തന്നെയായിരുന്നു. രാത്രിയായതോടെ തണുപ്പ് അസഹനീയമായി. 6000 അടി ഉയരത്തിൽ തീയില്ലാതെ ഇരിക്കുക അസാധ്യമാണ്. ഹെൻറി മുറിയിലുണ്ടായിരുന്ന പഴയ കസേര തല്ലി തകർത്തു. അതിനുശേഷം നമ്മൾ മുന്നേ പറഞ്ഞിരുന്നില്ലേ, തീ കൂട്ടുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നുവെന്ന്. അതിലേക്കിടുകയും അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് ഫ്യൂവൽ അതിലൊഴിക്കുകയും തീയിടുകയും ചെയ്തു. ആദ്യമെല്ലാം അത് നല്ലപോലെ കത്തുകയും അദ്ദേഹത്തിന് വേണ്ടത്രയും ചൂട് നൽകുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ പുകക്കുഴലോ മറ്റോ അടഞ്ഞതുകൊണ്ടായിരിക്കാം ആ മുറിയാകെ പുക വ്യാപിച്ചത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ലപോലെ ശ്വാസം മുട്ടുവാൻ തുടങ്ങി. അതിൽ നിന്നും രക്ഷ നേടുവാനായിരിക്കാം അദ്ദേഹം പതിയെ ആ ജനാലയുടെ വാതിൽ തുറന്നത്. അതിലൂടെ പുക പുറത്തേക്ക് പോകുകയും ശുദ്ധമായ വായു അകത്തേക്ക് കയറുകയും ചെയ്തു. അദ്ദേഹം പതിയെ ആ കട്ടിലിലേക്കിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു നിന്നും കാലടി ശബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ കാതുകളിലേക്കെത്തി. അയാൾ ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കുറ്റാക്കൂരിരുട്ടായിരുന്നു. ഒന്നും തന്നെ കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇലകൾ അനങ്ങുന്നതിൻ്റെയും ആരോ തൻ്റെ ബംഗ്ലാവിൻ്റെ അരികിലേക്ക് നടന്നു വരുന്നതും അദ്ദേഹത്തിന് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. അദ്ദേഹം മേശപ്പുറത്ത് കത്തിച്ചു വെച്ചിരുന്ന ആ ചെറിയ വിളക്ക് ആ ജനാലിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതിന് ദൂരേക്ക് പോകുവാനുള്ള അത്രയും ശക്തിയൊന്നും ആ പ്രകാശത്തിനുണ്ടായിരുന്നില്ല. എങ്കിലും അത് കവർ ചെയ്യുന്ന അത്രയും ചുറ്റുപാടും അദ്ദേഹം നോക്കി. എന്നാൽ അദ്ദേഹത്തിനൊന്നും കാണുവാൻ സാധിച്ചില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ വെളിച്ചത്തിൻ്റെ മുന്നിലേക്ക് ഒരാൾ നടന്നെത്തി. നനഞ്ഞു കുളിഞ്ഞ് ചെളി പുരണ്ട് കീറിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു ആട്ടിടയനായിരുന്നു അയാൾ. അയാൾ അവിടെ നിന്ന് വിറയ്ക്കുകയായിരുന്നു. ദൂരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ കൂട്ടം തെറ്റിപ്പോയതാണെന്നും ദൂരെ ഈ വെട്ടം കണ്ടപ്പോൾ ഇവിടേക്ക് എത്തിയതാണെന്നും അയാൾ പറഞ്ഞു. രാത്രിയിലത്തെ തണുപ്പിൽ അയാൾ നല്ലപോലെ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബംഗ്ലാവിൻ്റെ മുന്നിലേക്ക് വരുവാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം അയാൾ ബംഗ്ലാവിൻ്റെ മുന്നിലേക്ക് വന്നു. ഞാൻ മുൻവാതിൽ പതുക്കെ തുറന്നു. അയാളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അയാൾക്ക് തണുപ്പ് മാറുവാനും അയാൾക്ക് കുടിക്കുവാനും വേണ്ടി എൻ്റെ ഫ്ലാസ്കിൽ ഉണ്ടായിരുന്ന ഒരു ചായ അദ്ദേഹത്തിന് ഒഴിച്ചു നൽകി. ആ ചൂടുള്ള ചായ അയാൾ ആസ്വദിച്ച് തന്നെ കുടിച്ചു. അതിനുശേഷം അവിടെ കത്തിച്ച ആ തീയുടെ മുന്നിലേക്ക് അയാളെ കൊണ്ടിരുത്തി. ആ തണുപ്പിൽ നിന്നും മുക്തമാകുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്.
അയാളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ അദ്ദേഹം ഊരുകയും പിഴിയുകയും ചെയ്തു. അതിനുശേഷം ആ തീ കാഞ്ഞുകൊണ്ട് അയാൾ അവിടെ ഇരുന്നു. അയാൾ ഈ ഗ്രാമത്തിലെ ഒരു ഗ്രാമീണനാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഇടയനാണെന്നും പറഞ്ഞു. ധാരാളം കന്നുകാലികളെ നോക്കുന്ന ഒരു ഇടയനാണെന്ന്. എന്താണ് ഈ ഗ്രാമത്തിന് സംഭവിച്ചത്? ഇവിടുത്തെ ആളുകളെല്ലാം എവിടേക്കാണെന്ന് പോയത്? ഈ കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ പതിയെ പതിയെ അദ്ദേഹം ആ കഥ പറയുവാൻ തുടങ്ങി. ഗ്രാമം വിജനമാകുവാൻ കാരണം ആ കടുവയാണ്. വനത്തിൽ നിന്നും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിയ ആ കടുവ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാഹിബ് സാധാരണ കടുവകളെ പോലെ ആയിരുന്നില്ല ആ കടുവ. രാത്രികാലങ്ങളിലല്ലേ കടുവകൾ ഇര തേടാൻ ഇറങ്ങുന്നത്. രാത്രികാലം മാത്രമേ ഗ്രാമത്തിലെ ആളുകൾക്കപ്പോൾ സൂക്ഷിച്ചാൽ മതി. രാവിലെ എല്ലാവരും സുരക്ഷിതമല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുക? എന്നാൽ ഇവൻ മറിച്ചായിരുന്നു. പകൽ സമയത്തായിരുന്നു അവൻ ആളുകളെ വേട്ടയാടുവാൻ ഇറങ്ങിയത്. ഗ്രാമത്തിൽ നിന്നും ആദ്യം കൊല്ലപ്പെട്ടത് വിറക് ശേഖരിക്കുവാൻ വേണ്ടി പോയ ഒരു സ്ത്രീയായിരുന്നു. അവർ വനത്തിൽ വെച്ചല്ല കൊല്ലപ്പെട്ടത്, മറിച്ച് വനമിറങ്ങി വനപാതയിലേക്ക് എത്തിയപ്പോഴാണ് വനപാതയിൽ പ്രത്യക്ഷപ്പെട്ട ആ കടുവ അവരെ ആക്രമിച്ചു കൊന്നത്. വൈകുന്നേരമായപ്പോഴേക്കും അവരെ കാണാത്തത് കൊണ്ട് കുറച്ചാളുകൾ അവരെ തിരക്കി അന്വേഷിച്ചു പോയി. വനപാതയുടെ നടുക്ക് കണ്ട രക്തപ്പാടും രക്തക്കറയും നീണ്ടുപോകുന്നത് വനത്തിലേക്കാണെന്ന് മനസ്സിലായി. കുറച്ചുകൂടി പോയപ്പോൾ അവരുടെ കീറിയ വസ്ത്രങ്ങൾ കണ്ടെത്തി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധവും കുറച്ച് ഒടിഞ്ഞ ചുള്ളിക്കഷ്ണങ്ങളും കാണുവാൻ സാധിച്ചു. പിന്നീട് മുന്നിലേക്ക് പോയപ്പോൾ അങ്ങകലെ വെച്ച് ആ രക്തട്രാക്കുകൾ അപ്രത്യക്ഷമായി. അവരുടെ ശരീരാവശിഷ്ടങ്ങൾ പോലും കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല സാഹിബ്. ഇത് മാത്രമല്ല കാരണം, ഇത് ദിവസങ്ങളോ ആഴ്ചകളോ ആയി ഇത് തുടങ്ങിയിട്ട്. ആദ്യത്തെ ആ നരവേട്ട സാധാരണ ഒരു ഇതായിട്ടാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ പോകെ പോകെ ആ കടുവയുടെ മട്ടും ഭാവവും മാറി. അവൻ ആരെയും ഭയമില്ലാതെയായി. ഗ്രാമത്തിലെ പുരുഷന്മാരെയും കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം അവൻ ഒരുപോലെ ആക്രമിക്കുവാൻ തുടങ്ങി. അതും പട്ടാപ്പകൽ, ആളുകളുടെയെല്ലാം മുന്നിൽ വെച്ച്. എന്നാൽ അതിൽ ഭയപ്പെട്ട് ആളുകൾ പിന്തിരിഞ്ഞു പോയി. പിന്നീട് ധൈര്യം സംഭരിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുവാൻ പോയവർക്കാർക്കും ഇതുവരെയും ഗ്രാമത്തിൽ നിന്നും കൊണ്ടുപോയവരുടെ ശരീരം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇവിടെ നിന്നും എല്ലാവരും മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുവാൻ തുടങ്ങി. ഞങ്ങളും അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്തു. പക്ഷേ ഇന്ന് കന്നുകാലികളെ മേയ്ക്കുവാൻ ചെന്നപ്പോൾ വനത്തിൽ വെച്ച് ഒരു കടുവയുടെ ഉഗ്രമായ ശബ്ദം കേൾക്കുകയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എങ്ങോട്ടൊക്കെയോ ഓടിപ്പോകുകയും ഞാനും അവിടെ നിന്ന് ഓടുകയും ചെയ്തു. അങ്ങനെ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഈ ഗ്രാമത്തിൽ ഞാൻ എത്തിച്ചേർന്നു. രാത്രിയായതോടെ ഭയം വല്ലാതെ കൂടി. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് കയറിയിരുന്നു. നേരം പുലരുന്നതുവരെ കാത്തിരിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് സാഹിബ് അങ്ങ് ഇവിടെ നിന്നും ഈ ബംഗ്ലാവിൽ നിന്നും ഒരു വെളിച്ചം ഞാൻ കണ്ടത്. വെളിച്ചം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ ആളുണ്ടെന്ന്. അല്ലാതെ മൃഗങ്ങൾ ഒരിക്കലും തീ കാഞ്ഞിരിക്കുകയില്ലല്ലോ സാഹിബ്. അങ്ങനെ ഞാൻ മരത്തിൽ നിന്ന് ഇറങ്ങുകയും ഇവിടേക്ക് എത്തുകയും ചെയ്തത് അദ്ദേഹം പറഞ്ഞു നിർത്തി. എന്നാൽ ഈ കഥ കേട്ട ഹെൻറിക്കുള്ളിൽ ചില സംശയങ്ങൾ തോന്നി. ഗ്രാമത്തിലെ ആളുകൾ നികുതി നൽകാതിരിക്കുവാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയാണോ ഇത് എന്ന് അയാൾ ചിന്തിച്ചു. വനനിയമങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടാൻ അവർ തന്നെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിക്കുകയാണോ എന്ന് അയാൾ വല്ലാതെ സംശയിച്ചു. രാവിലെ രജിസ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുകയുള്ളൂ. ഈ സംശയങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അവിടേക്ക് കയറി വന്ന ഗ്രാമീണനോട് അവിടെ കിടക്കുവാനും താൻ ഇവിടെ കടന്ന് ഉറങ്ങാൻ പോകുകയാണെന്നും രാവിലെ ഇവിടെ ചെയ്തു തീർക്കുവാൻ തനിക്ക് ഒരുപാട് ജോലിയുമുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. തണുത്ത കാറ്റ് അവിടേക്ക് വീശിയടിച്ചുകൊണ്ടേയിരുന്നു. ആ ബംഗ്ലാവിൽ കൂട്ടിയ ആ തീക്കുണ്ടം പതിയെ അണയുവാൻ തുടങ്ങി. പതുക്കെ തണുപ്പ് അവരിലേക്ക് പടരുവാനും ആ കഠിനമായ തണുപ്പിൽ അവിടെ ഇരുന്ന ആട്ടിടയൻ വല്ലാതെ വിറയ്ക്കുവാൻ തുടങ്ങി. അയാൾ തൻ്റെ ശരീരം അയാൾ പുതച്ചിരുന്ന ആ കീറിയ കമ്പിളി പുതപ്പിലേക്ക് ഒളിപ്പിച്ചു. എന്നിട്ട് ഒരു കാര്യം മാത്രം അയാൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് കിടന്നു. സാഹിബ്, ഈ ഗ്രാമം ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ആളുകളെല്ലാം താഴ്വരയിലേക്കാണ് പലായനം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മരണത്തിൻ്റെ നിഴൽ മാത്രമേ ഉള്ളൂ സാഹിബ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഹെൻറിയുടെ മനസ്സ് അപ്പോഴും സംശയത്തിലായിരുന്നു. സർക്കാർ രേഖകൾ പരിശോധിക്കുവാനും നികുതി കാര്യങ്ങൾ അന്വേഷിക്കുവാനുമാണ് താനിവിടെ എത്തിയിരിക്കുന്നത്. ഗ്രാമവാസികൾ നികുതി നൽകാതിരിക്കുവാൻ വേണ്ടി തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ ആ ഇടയൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് വ്യാജഭയമായിരുന്നില്ല.
ആ രാത്രിയിൽ അവർ ഇരുവരും കടുവയെക്കുറിച്ചുള്ള കഥകൾ പരസ്പരം പറഞ്ഞും കേട്ടും ചിലവഴിച്ചു. എങ്കിലും തെളിവുകൾ സ്വന്തം കണ്ണാൽ കാണാതെ വിശ്വസിക്കില്ല എന്ന് ഹെൻറി ഉറപ്പിച്ചു. പുലർച്ചെ നീലവെളിച്ചം ജനാലയിലൂടെ അരിച്ചെത്തിയപ്പോൾ ആട്ടിടയൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് തൻ്റെ ആടുകളെ തേടി താഴ്വരയിലേക്ക് യാത്ര തിരിച്ചു. അയാൾ പോയപ്പോൾ ഹെൻറി അവിടെ ഒറ്റയ്ക്കായി. അവൻ തൻ്റെ ഡയറിയും പേനയും കുറച്ച് ഉപകരണങ്ങളും എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് നടന്നു. ആട്ടിടയൻ പറഞ്ഞത് ശരിയാണ്. ഗ്രാമം ശരിക്കും ശൂന്യമായിരുന്നു. വീടുകളുടെ വാതിലുകൾ തകർന്നു കിടക്കുന്നു. പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കളിപ്പാട്ടങ്ങളും പാത്രങ്ങളും അവിടെ നടന്ന ഒരു വൻ ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും ലക്ഷണങ്ങളുമായി അവിടെ അങ്ങനെ അവശേഷിച്ചു. ഹെൻറി ആ ഗ്രാമത്തിലൂടെ പതിയെ മുന്നിലേക്ക് നടന്നു നീങ്ങി. ഒരു വീടിൻ്റെ തിണ്ണയിൽ ഉണങ്ങിയ രക്തക്കറ ഹെൻറി കണ്ടു. മറ്റൊരു വീട്ടിൽ ഒരു കൊച്ചു കുട്ടിയുടെ തടി കൊണ്ട് നിർമ്മിച്ച വണ്ടി മണ്ണിൽ വീണ് കിടക്കുന്നു. പതിയെ വീണ്ടും അതെല്ലാം മറികടന്നുകൊണ്ട് മുന്നിലേക്ക് നടന്നു. ഗ്രാമത്തിൻ്റെ മധ്യത്ത് ചതുരത്തിൽ ആളുകൾ കടുവകളെ ഓടിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ ഒരു ഡ്രം കിടക്കുന്നു. അത് തകർന്ന അവസ്ഥയിലായിരുന്നു. അതും കണ്ട് വീണ്ടും മുന്നിലേക്ക് നടന്നു. കുളത്തിൻ്റെ അരികിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. കുളത്തിൻ്റെ അരികിൽ മനുഷ്യൻ്റേതെന്ന് തോന്നിക്കുന്ന രക്തപ്പാടുകളും അവിടെ ഹെൻറി കാണുവാനിടയായി. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഹെൻറി എത്തിച്ചേർന്നത് മേൽക്കൂര തകർന്ന ഒരു വീടിൻ്റെ മുന്നിലായിരുന്നു. അയാൾ പറഞ്ഞ ആ കഥയിലെ ആ വീടിൻ്റെ മുന്നിൽ. ഹെൻറി പതിയെ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നാസികൾ പോലും അടഞ്ഞു പോകുന്ന ദുർഗന്ധമായിരുന്നു അനുഭവിക്കുവാൻ കിടന്നത്. ഹെൻറി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിളക്ക് പ്രകാശിപ്പിച്ചു. ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ താഴെ എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ടു. സൂക്ഷ്മമായി തൻ്റെ വിളക്ക് അതിലേക്ക് അടുപ്പിച്ചു നോക്കിയപ്പോൾ ഹെൻറി ഒന്ന് ഞെട്ടി. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു മനുഷ്യൻ്റെ താടിയല്ലായിരുന്നു. അതിലിപ്പോഴും 2-3 പല്ലുകൾ കാണാമായിരുന്നു. ചുറ്റുപാടും താൻ കണ്ണടിച്ചപ്പോൾ കണ്ടത് ചിതറിക്കിടക്കുന്ന അഴുകിയ മാംസകഷ്ണങ്ങളും വസ്ത്രങ്ങളുമായിരുന്നു. ചുമരിൽ കടുവയുടെ ആഴത്തിലുള്ള നഖത്തിൻ്റെ പാടും അദ്ദേഹം കണ്ടു. തൻ്റെ നെഞ്ചിനുള്ളിലൂടെ ഒരു മിന്നൽ പ്രവഹിച്ചു പോകുന്നത് പോലെ ഹെൻറിക്കപ്പോൾ തോന്നി. തൻ്റെ ശരീരം ഒന്ന് വിറച്ചു, ഒന്ന് മരവിച്ചു. ഈ കഥകളൊന്നും കെട്ടുകഥയല്ല. ശരിക്കും ഇവിടെ ഒരു നരഭോജിയായ കടുവ വാഴുന്നുണ്ട് എന്ന് അദ്ദേഹം അപ്പോൾ തിരിച്ചറിഞ്ഞു. ഈ കാഴ്ചകളെല്ലാം കണ്ട് താൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ഏകദേശം ഉച്ചയായിരുന്നു. അപ്പോൾ കാട്ടിൽ നിന്നും ഒരു പുള്ളിമാൻ്റെ മുന്നറിയിപ്പ് ശബ്ദം മുഴങ്ങി. മാംസഭോജിയായ ഏതോ ജീവിയെ കണ്ടുകൊണ്ടുള്ള അലാറം കോളായിരുന്നു അത്. ഹെൻറി ഇപ്പോൾ നിൽക്കുന്നത് തൻ്റെ ബംഗ്ലാവിൽ നിന്നും 50 മീറ്റർ അകലെയായിരുന്നു. കൂടുന്നതിന് തന്നെ അതും അവിടെ സംഭവിച്ചു. കാട്ടിൽ നിന്നും ഒരു ഭീമാകാരനായ കടുവ പുറത്തേക്ക് ചാടി വന്നു. അതിൻ്റെ ഓറഞ്ച് നിറവും ശരീരത്തെ കറുത്ത വരകളും ആ വെളിച്ചത്തിൽ ഭയാനകമായി തോന്നി. കടുവ പതുക്കെ ഗ്രാമത്തിൻ്റെ നടുവിലേക്ക് നടന്നു വരികയാണ്. ആ കാഴ്ച കണ്ട് ഹെൻറി ആകെ ഭയന്നു. ഒന്ന് അനങ്ങുവാൻ പോലും കഴിയാതെ അവിടെ ഉറച്ചതുപോലെ നിന്നു. തൻ്റെ ബംഗ്ലാവിലേക്ക് ഓടുവാൻ ഹെൻറിക്കിപ്പോൾ സാധിക്കുകയില്ല. കാരണം അത് ഉറപ്പായും ആ കടുവയുടെ നോട്ടം വിളിച്ചു വരുത്തും. എന്തു ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണം എന്നൊന്നും അദ്ദേഹത്തിന് അപ്പോൾ അറിയുവാൻ കഴിഞ്ഞില്ല. അയാൾ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. തൻ്റെ മുന്നിൽ കണ്ട ഒരു കുടിലിലേക്ക് അയാൾ വളരെ വേഗം കയറി. ഹെൻറി ആ കുടിലിലേക്ക് കയറിയതും അതിൻ്റെ വാതിൽ അടച്ചു, ശക്തമായി അടച്ചു. ആ വാതിൽ ഉറച്ചതാണോ എന്ന് ഉറപ്പ് വരുത്തി. അതിനുശേഷം ആ കുടിലിൻ്റെ ആ ജനാലയിലൂടെ പുറത്തേക്ക് ഉറ്റുനോക്കി. അതെ, ആ കടുവ ഇപ്പോൾ മന്ദം മന്ദം നടന്നു വന്ന് ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായി ഇരിക്കുന്നു. ആ ഗ്രാമത്തിൻ്റെ അധീനൻ എന്നതുപോലെയാണ് ഇപ്പോൾ ആ കടുവയുടെ ഇരിപ്പ്. ആ കാഴ്ച കണ്ടാൽ ആരും ഒന്ന് ഭയപ്പെട്ടു പോകും. ഇതൊരു നരഭോജി ആയിരുന്നില്ല എങ്കിൽ ആ കാഴ്ച അതിമനോഹരമായ കാഴ്ചയുമായിരുന്നു. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഈ കടുവ അത്യധികം അപകടകാരിയാണ്. മനുഷ്യനെ വേട്ടയാടി മനുഷ്യൻ്റെ മാംസം ആഹരിച്ച് ആരെയും ഭയമില്ലാതെ ഈ കാട് ഭരിക്കുന്ന ഒരു രാജാവാണ് അത്. ഹെൻറി പതിയെ ഈ കടുവ എപ്പോൾ പോകുമെന്ന് കരുതി അതിനെ തന്നെ നോക്കി ആ കുടിലിൽ മറഞ്ഞിരുന്നു. ആ കടുവയുടെ രൂപവും വലിപ്പവും ശക്തിയും കണ്ടപ്പോൾ ഈ കുടിലിൻ്റെ, അതായത് ഹെൻറി ഇരിക്കുന്ന ഈ കുടിലിൻ്റെ വാതിൽ ആ കടുവയ്ക്ക് ഒരു തടസ്സമായി പോലും അദ്ദേഹത്തിന് തോന്നിയില്ല. അവൻ്റെ ഒരടിക്കുള്ളതേ ഉള്ളൂ ഇതിൻ്റെ വാതിൽ. ഒറ്റയടിക്ക് വാതിൽ തകർത്ത് തന്നെ കടിച്ചെടുത്തു കൊണ്ടുപോകുവാൻ വലിയ സമയമൊന്നും വേണ്ട എന്ന് ഹെൻറി അതോടെ തിരിച്ചറിഞ്ഞു.
ഹെൻറി പതിയെ ഏറുകണ്ണിട്ട് ഒളിച്ചും പാത്തുമെല്ലാം ആ കടുവയെ അങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ കടുവയുടെ കണ്ണിൽ പെടാതെ ആ കുടിലിൽ അങ്ങനെ പതിയിരുന്നു. കടുവയ്ക്ക് കേൾവിശക്തി ഏറെയുണ്ട്. എന്നാൽ അതിന് ഗന്ധം പിടിച്ച് ഇരയെ കണ്ടെത്തുവാൻ അത്ര പ്രയാസവുമാണ്. അതുകൊണ്ട് മാത്രമായിരിക്കാം ഹെൻറി ആ കുടിലിൽ സുരക്ഷിതമായി ഇരിക്കുവാൻ പോകുന്നത്. സമയം ഏറെ വൈകി. കടുവ ആ ഗ്രാമം വിട്ട് ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ കടുവ ഒത്ത നടുക്കായി കിടന്നു. ഹെൻറി ആ ജനാലിലൂടെ ആ കടുവയെ തന്നെ നോക്കി നിന്നു. എപ്പോഴാണ് അത് അവിടെ നിന്ന് പോകുന്നതെന്ന് അറിയാതെ അയാൾ വല്ലാതെ പരിഭ്രമിച്ചു. ശ്വാസം പോലും നേരെ ചൊവ്വേ വിടാൻ കഴിയാതെ അയാളെല്ലാം സഹിച്ചു പിടിച്ചുകൊണ്ട് ആ കുടിലിൽ അങ്ങനെ ഇരുന്നു. നേരം ഇരുട്ടി, രാത്രിയായി. ഇപ്പോൾ അദ്ദേഹത്തിന് ആ കടുവയെ കാണാൻ കഴിയുന്നില്ല. അതവിടെ തന്നെ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയുവാനും കഴിയുന്നില്ല. അദ്ദേഹത്തിന് നല്ല ഉറക്കം വരുന്നുണ്ട്, എന്നാൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല. ഭയന്നുകൊണ്ട് തന്നെയാണ് അന്നത്തെ രാത്രിയിൽ ആ ഗ്രാമത്തിലെ കുടിലിൽ അയാൾ കഴിച്ചു കൂട്ടിയത്. സൂര്യൻ്റെ പ്രകാശം ആ ഗ്രാമത്തിലേക്ക് വന്നു പതിച്ചു. ഇപ്പോഴും ആ കടുവ അവിടെ തന്നെ കിടക്കുകയാണ്. കുറച്ചുകൂടി സമയം മുന്നിലേക്ക് പോയപ്പോൾ കടുവ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് അത് വന്ന വഴിയെ തന്നെ കാട്ടിലേക്ക് മടങ്ങി. ഹെൻറി ആ കാഴ്ചയും കണ്ടു. ഇങ്ങനെ പോയാൽ ശരിയാകില്ല. ഈ ഗ്രാമത്തിലെ ആളുകളെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നികുതി പിരിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് തൻ്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഒരു വിദ്യ പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു. ആ ഗ്രാമം മുഴുവൻ ചുറ്റിക്കണ്ടതിൽ വെച്ച് 2 കുടിലുകളാണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും ഉറപ്പുള്ളത്. പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച 2 കുടിലുകളുണ്ട്. അതിൻ്റെ വാതിലുകളും അത്രമേൽ ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് ആ കടുവയെ പിടികൂടാമെന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അതിനുവേണ്ട സാധനങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി അദ്ദേഹം ബംഗ്ലാവിലേക്ക് നടന്നു. താൻ കൊണ്ടുവന്നതിൽ വെച്ച് ചണ കൊണ്ട് നിർമ്മിച്ച ശക്തിയേറിയ കുറച്ച് കയറുകൾ അദ്ദേഹം കൂടെ കൊണ്ടുവന്നു. നമ്മൾ മുന്നേ പറഞ്ഞ പാറക്കെട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ആ കുടിലിനുള്ളിലേക്ക് അയാൾ പ്രവേശിച്ചു. അതിനുശേഷം അതിൻ്റെ വാതിൽ അയാൾ ഒരു കയറുകൊണ്ട് കെട്ടി ഒളിച്ചിരിക്കുന്ന ആ കുടിലിലേക്ക് അയാൾ കൊണ്ടുവന്നു. ഒരു വിദ്യ പ്രയോഗിക്കുവാൻ വേണ്ടി ആ കല്ലുകൊണ്ട് നിർമ്മിച്ച കുടിലിൽ കുറച്ച് പാത്രങ്ങൾ കെട്ടിയിട്ടു. കടുവയുടെ ശ്രദ്ധ അവിടേക്ക് പിടിച്ചു പറ്റുവാൻ വേണ്ടി ആ പാത്രങ്ങൾ താഴിട്ട് ശബ്ദമുണ്ടാക്കുവാൻ വേണ്ടിയായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്. ഇനിയും ഏറെ നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പാണ്. കല്ലുവീടിൽ നിന്നും മാറിയുള്ള അദ്ദേഹം ഹെൻറി ഒളിച്ചിരിക്കുന്ന ആ കുടിലിരുന്നു കൊണ്ട് അദ്ദേഹം കടുവയെ നോക്കിക്കാണുകയാണ്. 5:30 ആയപ്പോഴേക്കും പറഞ്ഞു വെച്ചതുപോലെ തന്നെ ആ കടുവ ആ ഗ്രാമത്തിലേക്കെത്തി. തലേന്ന് നടത്തിയതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായി ആ കടുവ പോയിരുന്നു. അങ്ങനെ സൂക്ഷ്മമായി ആ ഗ്രാമം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കടുവയുടെ ശ്രദ്ധ ആ കല്ലുകുടിലേക്ക് പിടിച്ചു പറ്റുവാൻ വേണ്ടി മുന്നേ ആ കല്ലുകുടിൽ കെട്ടിയിരുന്ന പാത്രത്തിൻ്റെ കയർ ഹെൻറി വിട്ടു. പാത്രം അതിശക്തമായി തന്നെ നിലത്തേക്ക് വന്നു പതിച്ചു. അതോടുകൂടി കടുവയുടെ ശ്രദ്ധ ആ കല്ലുകൊണ്ട് നിർമ്മിച്ച ആ വീട്ടിലേക്ക് പതിഞ്ഞു. കുറച്ച് സമയം ആ കടുവ അവിടേക്ക് നോക്കി നിന്നുകൊണ്ട് വീണ്ടും പതിയെ ആ കല്ലുകൂടിൻ്റെ അരികിലേക്ക് നടന്നു. അതിനുശേഷം അതിൻ്റെ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. കടുവ എപ്പോഴാണോ ആ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത്, അപ്പോൾ ഹെൻറി 2ാമത്തെ കയറും വലിച്ചു. ബലമേറിയ വാതിൽ ശക്തമായി വന്നടഞ്ഞു. ഇപ്പോൾ ആ കടുവ ആ കല്ലുകൂടിനുള്ളിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. അതിനുള്ളിൽ കടന്നുകൊണ്ട് കടുവ ഉഗ്രമായി ഗർജിച്ചു. കതവിൽ ശക്തമായി മാന്തി. ഈ ശബ്ദങ്ങൾ അത്രയും ഹെൻറിക്ക് വ്യക്തമായി കേൾക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു. ആ കതവുമായി ബന്ധിച്ച ആ കയറുണ്ടല്ലോ, ശക്തിയായി അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് അദ്ദേഹം വലിച്ചു കെട്ടി. ഒരു കാരണവശാലും ആ കടുവ അവിടം വിട്ട് പുറത്തു പോകരുത് എന്ന് ഉറപ്പിച്ചായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഹെൻറി പോയത് ഡാർക്ക് ബംഗ്ലാവിലേക്കായിരുന്നു. അവിടെയുള്ള രജിസ്ട്രാറും രേഖകളുമെല്ലാം പരിശോധിച്ച് തനിക്ക് വേണ്ട വിവരങ്ങളും റിപ്പോർട്ടുകളുമെല്ലാം തയ്യാറാക്കി അയാൾ ഇരുട്ടും മുന്നേ തന്നെ തൻ്റെ ഓഫീസിലേക്ക് പോയി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നില്ലേ? ഒരു കാര്യം ഞാൻ പറയുവാൻ വിട്ടുപോയിരുന്നു. രാത്രിയിൽ ഗ്രാമീണൻ ഈ വിവരങ്ങൾ അത്രയും പറയുമ്പോൾ തന്നെ തൻ്റെ പുറത്ത് കെട്ടിയിരുന്ന കഴുതയെ അദ്ദേഹം ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ കടുവ ആ കഴുതയെ ആക്രമിച്ച് കൊല്ലാതിരുന്നത്. ഹെൻറി തൻ്റെ പ്രധാന ഓഫീസിലേക്ക് മടങ്ങിയെത്തുകയും ഈ വിവരങ്ങൾ അത്രയും തൻ്റെ മേലധികാരികളെ അറിയിക്കുകയും ചെയ്തു. വിവരം അറിഞ്ഞ ഉടനെ തന്നെ കുറച്ച് ഓഫീസേഴ്സും കുറച്ച് പട്ടാളക്കാരുമായി ആ ഗ്രാമത്തിലേക്ക് അവരെത്തി. ഹെൻറി പറഞ്ഞതുപോലെ തന്നെ ആ ഗ്രാമത്തിലെ ആ കല്ലുകൊണ്ട് നിർമ്മിച്ച ആ വീടിനെ അവർ വളഞ്ഞു. അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നത് 303 എന്ന റൈഫിലുകളായിരുന്നു.
റൈഫിലുകൾ കൊണ്ടാണ് ആ പട്ടാളക്കാർ ആ വീട് മുഴുവൻ വളഞ്ഞത്. കാരണം ഉള്ളിൽ നരഭോജിയായ കടുവയാണ്. ഏതു നിമിഷവും ആരെ വേണമെങ്കിലും ആക്രമിക്കാം, ആരെ വേണമെങ്കിലും കൊല്ലപ്പെടാം. അതുകൊണ്ട് തന്നെ മുൻവാതിലുകൾ അവർ തകർത്തില്ല, പകരം ജനാലകൾ തകർത്തു. ആ കടുവ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അവർ നോക്കി. വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും കടുവയെ അതിലിട്ട് പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം മുഴുവൻ ആ വീട്ടിൽ അകപ്പെട്ടതുകൊണ്ടായിരിക്കാം കടുവ അത്രയും കോപാകുലനായിരുന്നു. ജനാലകൾ തകർത്തതോടെ കടുവ ആ ജനാലയ്ക്ക് അരികിലേക്ക് കുതിച്ചു പാഞ്ഞെത്തി ഉഗ്രമായി ഗർജിച്ചു. അതോടുകൂടി റൈഫിലുകൾ കയ്യിലിരുന്ന പോലീസുകാരോ പട്ടാളക്കാരോ അതിലേക്ക് നിറയൊഴിച്ചു. എത്ര വെടിയുണ്ടകളാണ് അതിൻ്റെ ശരീരത്തിലേക്ക് വന്ന് തറച്ചതെന്നറിയില്ല. അത് ആ വീടിനുള്ളിൽ കിടന്ന് തന്നെ ചത്തു. ഹെൻറി കാണിച്ച ആ പ്രവൃത്തിക്ക് ഹെൻറിക്ക് സ്ഥാനക്കയറ്റം കിട്ടി. തൻ്റെ ധീരതയെ ഓഫീസേഴ്സ് വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ഈ കടുവ മരിച്ചതോടെ ഗ്രാമത്തിൽ നിന്നും പോയ ആളുകൾ തിരികെ ഗ്രാമത്തിലേക്കെത്തി. വീണ്ടും എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെയായി. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.